ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദിയായിട്ടുള്ള സക്കീർ നായിക്കിന് ഇപ്പോൾ ബംഗ്ലാദേശ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. സക്കീർ നായിക്ക് ഉടനെ തന്നെ ബംഗ്ലാദേശിലേക്ക് എത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഉടനെ ബംഗ്ലാദേശിലേക്ക് വരണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് ചുവന്ന പരവതാനി വിരിക്കില്ല എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സക്കീർ നായിക്കിനോട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയാണ്. കാരണം ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന, ഇന്ത്യ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ഭീകരവാദിയായിട്ടുള്ള സക്കീർ നായിക് മലേഷ്യയിലാണ് നിലവിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. മലേഷ്യയിൽ നിന്നും ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ അവിടെ രാജ്യങ്ങളിലേക്ക് സക്കീർ നായിക് തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കാരണം ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ് ഇപ്പോൾ മതപരമായിട്ടുള്ള പല സ്കോപ്പുകളും സക്കീർ നായിക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സക്കീർ നായിക്കിൻ്റെ ഈ ഒരു നീക്കം കഴിഞ്ഞ് മലേഷ്യയിൽ തിരിച്ചെത്തി ഇപ്പോൾ സക്കീർ നായിക് ഇന്തോനേഷ്യയിലേക്ക് വരുന്നു. അതിനുശേഷം ബംഗ്ലാദേശിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ സക്കീർ നായിക്കിനെ ഇന്ത്യ പൊക്കിയേക്കും എന്നുള്ളൊരു റിപ്പോർട്ട് ബംഗ്ലാദേശിന് ലഭിക്കുന്നു. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വെച്ച് സക്കീർ നായിക്കിനെ പൊക്കിയാൽ അല്ലെങ്കിൽ സക്കീർ നായിക്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയൊരു നാണക്കേടായി മാറുമെന്ന് യൂനിസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ യൂനിസ്, ബംഗ്ലാദേശിൻ്റെ നിലവിലത്തെ ഉപദേഷ്ടാവായിട്ടുള്ള യൂനിസ്, ബംഗ്ലാദേശിൽ വരാനുള്ള സക്കീർ നായിക്കിൻ്റെ നീക്കത്തെ ഒന്ന് ഹോൾഡ് ചെയ്യാനായി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എത്തരുത്, ഇപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ നിങ്ങളെ പൊക്കിക്കൊണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ വെച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശിന് ഒരു തീരാ കളങ്കമായി മാറുമെന്നാണ് ഇപ്പോൾ സക്കീർ നായിക്കിൻ്റെ വിഷയത്തിൽ സക്കീർ നായിക്കിന് തന്നെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് യൂനിസ് എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.